മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 22-ന് പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം. ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം അഭിഭാഷകർ പറയുന്ന സകല വാദങ്ങളെയും എന്ന് പറഞ്ഞാൽ ഇത് ഉഭയകക്ഷി ഇത് ബലാത്സംഗം നിലനിൽക്കില്ല തുടങ്ങിയ എല്ലാവിധ വാദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ബലാത്സംഗം നിലനിൽക്കും എന്ന വിലയിരുത്തലോടെയായിരുന്നു തിരുവല്ല കോടതി ആ ജാമ്യം നിഷേധിച്ചത്. ജില്ലാ കോടതിയിൽ കുറച്ചുകൂടി രാഹുൽ അഭിഭാഷകർക്ക് പണി കൂടും, ജോലി കൂടും. ഷിജോ, കാശ്മീർ സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകർക്ക് മജിസ്ട്രേറ്റ് കോടതിക്ക് അപ്പുറത്തേക്കുണ്ടായ വലിയ തരത്തിലുള്ള ജോലിഭാരം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിനകത്ത് തിരുവല്ല 1-ാം ക്ലാസ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി പ്രോസിക്യൂഷൻ ഉന്നയിച്ച മുഴുവൻ വാദങ്ങളെയും പൂർണ്ണമായിട്ട് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാഹുലിന്റെ അഭിഭാഷകർ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. ഇന്നിപ്പോൾ രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും എന്നുള്ള ഒരു വിവരമാണ് രാവിലെ ലഭിച്ചിരുന്നത്. എന്നാൽ കോടതി ഇന്നിപ്പോൾ ചേർന്നതോടുകൂടി രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കാൻ ഈ മാസം 22-ാം തീയതി പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന മുറയ്ക്കായിരിക്കും രാഹുലിന്റെ ജാമ്യ ഹർജി. ഇതിപ്പോ ആരാണ് കോടതി? തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അത് 24-ന്റെ ന്യൂസ് റൂമാണോ അതോ ഹാഷ്മിയാണോ അവിടുത്തെ ജഡ്ജി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച ആ വിധിപ്പകർപ്പിൽ പറയുന്നത് എന്താണ്? ഒറ്റ വാചകത്തിലാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. അതിനപ്പുറത്തേക്ക് ആര് പറയുന്നത് ശരി അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് തെറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിരീക്ഷണത്തിലേക്കും കോടതി കടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇവരിത് പറയുന്നത്? പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങളെയൊക്കെ തള്ളി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഈ വാർത്ത, എവിടെ നിന്നാണ് ഈ ന്യൂസ് ഫീഡ് ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കൊക്കെ വല്ലാത്ത ഭയം, വല്ലാത്ത ആവലാതി, വല്ലാത്ത ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയോ അത് വല്ലാതെ തിരിച്ചടിയാകുമെന്നുള്ള ഒരു ചിന്താഗതി. അവിടെ നിന്നാണ് ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷയിൽ ആകെ ഒരൊറ്റ കാര്യം തിരിച്ചു പറഞ്ഞുള്ളൂ. എന്താണ്? ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. അതിനപ്പുറത്തേക്കൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ അറിയാതെ ഇവരെങ്ങനെയാണ് ഇത് പറയുന്നത്? ഇതേ വാർത്താ മാധ്യമങ്ങൾ തന്നെയല്ലേ കോടതി ഈ ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞത് എന്ന് നമ്മളോട് പറഞ്ഞത് അല്ലേ? ഒറ്റ വരിയിൽ തീർത്തു എന്നല്ലേ പറഞ്ഞത്? ഒറ്റ വരി പോയിട്ട് ഒരു വാചകമേ ഉണ്ടായിരുന്നുള്ളൂ, ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്നുള്ള ഒരു വാചകം മാത്രം. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിലേക്ക് വരുന്നു. ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കാമെന്ന് പറയുന്നു. ഇന്നല്ല നാളെ കഴിഞ്ഞ്, അതായത് 22-ാം തീയതി എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇവർ വാർത്ത കൊടുക്കുക, തിരുവല്ല കോടതി തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ബലാത്സംഗം നിലനിൽക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പരാതിയിൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി പറഞ്ഞത് എന്താ പറഞ്ഞത്? ബലാത്സംഗം നിലനിൽക്കില്ല എന്നാ. അതെന്താ നിങ്ങളാരും ചർച്ച ചെയ്യാത്തത്? അതിനെക്കുറിച്ചൊരു വാർത്ത പോലും നിങ്ങളാരും കൊടുക്കുന്നത് കണ്ടില്ലല്ലോ. പിന്നീട് ഈ കോടതിയുടെ ആ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ 14-ാം പേജിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നത് എവിടെയും കണ്ടില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ പരാതി നിങ്ങൾ സമ്മതിക്കുകയാണോ? ഒന്നാമത്തെ പരാതിയിൽ അത് നിലനിൽക്കില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, അത് സമ്മതിക്കില്ല. പക്ഷേ ഇവർ പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. പക്ഷെ കോടതി പറയുന്നത് ഇവർ വിശ്വസിക്കില്ല. കോടതി ആകെ ഒരൊറ്റ കാര്യം മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കോടതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അതിൻ്റെ മുകളിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നത്? നിങ്ങൾ പരാതിയിൽ ഓൾറെഡി നിങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. പിന്നെ ഇപ്പോൾ കോടതി വിധിയിലും നിങ്ങളുടെ വക പുതിയ സംഭാവനകൾ നൽകുന്നത് എന്തിനാണ്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ അജണ്ട? എന്താ? അപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ, ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ട്. രാഹുലിന് ജാമ്യം ലഭിക്കരുത്, അവൻ അകത്ത് കിടക്കണം, അവൻ അകത്ത് കിടന്ന് തീരണം, അവനെ ചവിട്ടി താഴ്ത്തണം എന്നൊക്കെയുള്ള ഒരു അജണ്ട. ആ അജണ്ടകൾക്ക് ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും? ഒരു സംശയം ഉണ്ടാവില്ലെന്നേ.
കാരണം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നെടുത്ത് പരിശോധിക്കുക. അത് ഏത് ചാനലിലാണെങ്കിലും എല്ലാം രാഹുലിനെതിരെയിരിക്കും. പക്ഷെ കോടതിയിലെത്തുമ്പോഴോ ഇതൊന്നും വിഷയമാകുന്നുമില്ല, അല്ലേ? അപ്പം അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ കോടതിക്കും എന്തോ ചില താല്പര്യങ്ങളുണ്ടോ, രാഹുൽ 2 ദിവസം കൂടി കിടക്കട്ടെ അകത്ത് എന്നുള്ള രീതിയിലുള്ള വല്ല താല്പര്യങ്ങളുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരികയാണ്, അല്ലേ? മാധ്യമങ്ങൾക്ക് എന്താണെങ്കിലും ആ ഒരു താല്പര്യമുണ്ട്. അത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം എന്ന് മാത്രമല്ല, കാലാകാലം കിടന്നോട്ടെ എന്നാണ്, അവിടെ കിടന്ന് തീരട്ടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ കോടതിക്കും അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. പക്ഷെ മേ ബി കോടതിക്ക്, കാരണം ഒരു വരുന്ന മുറക്ക് എല്ലാം ഉടനടി പരിഗണിച്ചോളണം എന്നൊന്നുമില്ലല്ലോ. കാരണം ഒരുപാടധികം കേസുകൾ ഈ എല്ലാ കോടതികളിലും കെട്ടിക്കിടക്കുന്നുണ്ട് കാലങ്ങളായിട്ട്. അപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ സമയമെടുക്കും എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം. അങ്ങനെ ആവാമല്ലോ. അപ്പോൾ എന്താണെങ്കിലും രാഹുലിൻ്റെ ജാമ്യാപേക്ഷ 22-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വിശദമായി വാദം കേൾക്കലിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റന്നാൾ ഇനി വീണ്ടും നീളുമോ, ഇനി മറ്റന്നാൾ ജാമ്യം നൽകുമോ, ഇനി അതെല്ലാം വിധി പറയാൻ വീണ്ടും മാറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവിനാണ്. അയാൾ പുറത്തിറങ്ങാൻ വേണ്ടിയാണ്. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിന് മാത്രം നമുക്ക് ഉത്തരം പറയാനില്ല. കാരണം ഇപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ രാഹുൽ വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങാം. പക്ഷേ അതിനപ്പുറം അങ്ങനെ നീണ്ടു പോകുമ്പോൾ അത് വലിയ ആശങ്ക തന്നെയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നീണ്ടു പോകുന്നത് അത്ര നല്ലതിനല്ല. കാരണം രാഹുൽ എന്താണെങ്കിലും പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ജയിൽവാസം നീണ്ടു പോകുന്നത് അത് അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. അപ്പോൾ അതങ്ങനെ നീണ്ടു പോയിക്കൂടാ. അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയൊന്നുമല്ല. ഇതൊക്കെ പല അജണ്ടകളുടെയും ഭാഗമായിട്ട് വന്ന പരാതികൾ, ആരോപണങ്ങൾ, വിവാദങ്ങൾ ഒക്കെയാണ്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാഹുൽ എതിർചേരിയിൽ നിന്നുള്ളവനായതുകൊണ്ട് അതിനപ്പുറം സഖാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്തണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പരാതികൾ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രീതിയിലുള്ള ബലാത്സംഗം, പീഡനം, ക്രൂരത, ഇതിലേക്ക് ഒന്നും ഈ കാര്യങ്ങൾ എവിടെയും പോകുന്നില്ല. പിന്നെ പരാതിയിൽ ഇത് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാതിയിൽ അത് പറയും. കാരണം പരാതി ഉണ്ടാക്കിയതിനെ രാഹുലിനെ വീഴ്ത്താനാ. അപ്പോൾ വീഴ്ത്തുന്ന കൂട്ടത്തിൽ അത് ഒരിക്കലും പിടിച്ചെഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അയാളെ അടിച്ച് വീഴ്ത്തണമെന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അവിടെ ക്രൂരനാക്കണം, അയാളെ ഒരു വലിയ ക്രൂരതയുടെ മുഖം അയാൾക്കുണ്ടാക്കിയെടുക്കണം. അപ്പം അതിനൊക്കെ വേണ്ടി അങ്ങനെ പരാതിയിൽ പലതും പറയും. മനസ്സിലായില്ലേ? ഇത് കോടതിക്ക് ബോധ്യമാവും. കാരണം കോടതി ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ കണ്ടും കേട്ടും അതിൻ്റെ യാഥാർത്ഥ്യം തൊട്ടറിഞ്ഞ ആളാണ് കോടതി എന്ന് പറയുന്നത്. കോടതിക്ക് ഇത് പെട്ടെന്ന് ബോധ്യമാകും. പക്ഷേ ജനത്തിന് മുന്നിൽ ഇങ്ങനെ എല്ലാ പരാതികളും അതിൻ്റെ വേർഡ് ബൈ വേർഡ് ഓരോ വാക്കും ഇങ്ങനെ ചർച്ചയാവാറില്ല. പക്ഷേ അത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രാഹുലിനെ വീഴ്ത്താനുള്ള പണിയിൽ പുറകിൽ പ്രവർത്തിച്ചവരിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് മുൻപന്തിയിലുള്ളത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണല്ലോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിഷയം പോലും. ശ്രീനാദേവി കുഞ്ഞമ്മ എവിടെ നിന്നാണ് വരുന്നത്? രാഹുൽ മാങ്കൂട്ടവുമായി എവിടെ നിന്നാണ് ബന്ധപ്പെടുന്നത്? ഈ വിഷയവുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മക്കുണ്ടാകുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയെ സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയത് മുതലാണല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിവാദവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം അതിന് ശ്രമിച്ചതാരാ? കേരളത്തിലെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒറ്റ വരിയിൽ തീർത്തു, ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്ന്. ഇന്ന് പറയുന്നു അല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ന്യൂസ് ഫീഡുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അപ്പോൾ ഒരു അജണ്ട വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു അജണ്ട, അത് പ്രത്യേക താല്പര്യങ്ങൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് പ്രത്യേകിച്ചും
ചില മാധ്യമങ്ങൾക്ക് ഒരു താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പടി കൂടി കടന്ന് മറ്റുള്ളവരെ മറികടക്കാനുള്ള ഒരു മത്സര ഓട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള താല്പര്യങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും പടച്ചുവിടാനും ഇവർ തയ്യാറാണ്. പൊടിപ്പും തുങ്ങലും നിറച്ചുകൊണ്ട് ആവശ്യത്തിലധികം പരാതിയിൽ പറഞ്ഞതിനധികം കോടതി പറയുന്നതിന് അപ്പുറത്തേക്ക് കോടതി പറഞ്ഞു, പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൂട്ടിച്ചേർക്കലുകൾ ഇവരുടെയൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണ്ടുവോളം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണിപ്പോൾ നമ്മൾ ഹാഷ്മിയുടെ വായിൽ നിന്ന് കേൾക്കുന്നത്. ഇതൊക്കെ മാധ്യമധർമ്മമാണോ എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളല്ല. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന എന്തോ ഒരു വിഷ്വൽ മീഡിയ. ആ വിഷ്വൽ മീഡിയ പറയുന്നു ഞങ്ങൾ മാധ്യമങ്ങളാണ് എന്ന്. എന്നാൽ മാധ്യമങ്ങളാണ് എന്ന് പറയാൻ അവർ പറയുമ്പോഴും നമ്മുടെ ചോദ്യം, മാധ്യമങ്ങൾ ഇങ്ങനെയാണോ? ഇതാണോ രീതി? ഇതാണോ നടപടിക്രമങ്ങൾ? ഇങ്ങനെയാണോ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ ധാർമ്മികത എന്നൊക്കെയുള്ള തിരിച്ചു ചോദ്യങ്ങൾക്ക് ഇവർക്കാർക്കും ഒരു മറുപടിയുമില്ല. അപ്പോൾ എന്തൊക്കെയോ വിഷ്വൽ മീഡിയ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകനാണെന്നൊക്കെ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് പലതും വിളിച്ചു പറയുന്നു എന്നൊക്കെ. ഇടയിൽ വളരെ വൈകാരികമായ ചില വാക്കുകളൊക്കെ ഇവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരും. അത് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, സാധാരണക്കാരെ പൊട്ടന്മാരാക്കാനുള്ള ഏർപ്പാടുകളാണ് എന്നതിനപ്പുറം ഇതിലൊന്നും ഒരു തുള്ളി ആത്മാർത്ഥത ഇവരൊരുത്തനുമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.